നമ്മുടെ ലക്ഷറി വാഹനങ്ങളെയും വേഗതയും കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സുരക്ഷയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള നോളജ് നൽകാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. എറണാകുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ വിനോദ് കുമാർ സാറിനെ റോയൽ ഡ്രൈവ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്തു. സാർ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സാർ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഞാനിപ്പോൾ എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെൻറ്റ് വിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. കാക്കനാടാണ് ഓഫീസ് വരുന്നത്. സാർ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതിന് മുന്നേ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ 2006 മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നത്. അതിന് മുന്നേ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എറണാകുളം ജില്ലയിലെ 2 കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. അവിടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഗസ്റ്റ് ലെക്ചറായിട്ട് 1 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ തുടങ്ങിയ സമയത്ത് കാലടിയിലെ ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ലെക്ചറായിട്ട് ഏതാണ്ട് 5 കൊല്ലത്തിലധികവും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നത്. സാർ ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും വേറെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതായത് എന്തെങ്കിലും പഠിക്കാൻ പോവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഞാൻ ശരിക്കും പാർട്ട് ടൈമായിട്ട് കോഴ്സുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പാർട്ട് ടൈം PhDക്ക് റിസർച്ച് സ്കോളറായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അത് ഞാൻ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ ഡിവിഷൻ്റെ അണ്ടറിൽ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കും ഈ റോഡ് സേഫ്റ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. റോഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലാണ് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കോഴ്സ് വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പ്രസൻറ്റേഷൻ അങ്ങനെയുള്ളതിലേക്കൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണ്. ഇത് ശരിക്കും റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഈ സ്കൂൾ കോളേജ് തലങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികളിലൊക്കെ ഈ റോഡ് സേഫ്റ്റിയുടെ അവയർനെസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലത്തും പോകാറുണ്ട്. എല്ലാ ഒന്നരാഴ്ച കൂടുമ്പോഴൊക്കെ എറൗണ്ട് ഒരു 1000 അത്രയും ക്രൗഡ് ആളുകളെ വെച്ചുകൊണ്ട് സ്കൂൾ കോളേജുകളുടെയൊക്കെ ഓഡിറ്റോറിയംസ് നമ്മൾ പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ട് അവിടേക്ക് വരുത്തി ക്ലാസ്സുകൾ എടുക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഏതാണ്ട് ഒരു 50,000-60,000 പേരോളം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1.5 കൊല്ലത്തിനുള്ളിൽ തന്നെ എറണാകുളം ബേസ് ചെയ്തിട്ട് RTO എൻഫോഴ്സ്മെൻറ്റിൻ്റെയും RTO ഓഫീസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ചില വാഹനങ്ങൾ നോക്കുന്ന സമയത്ത് ചിലതിൽ 4 ഡിജിറ്റ് നമ്പറുകൾ കാണാറുണ്ട്, ചിലതിൽ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സാണ് കാണാറുള്ളത്. അപ്പോൾ ഈ 4 ഡിജിറ്റ് നമ്പേഴ്സ് നിയമത്തിലുള്ളതാണോ, അത് നിർബന്ധമാണോ അങ്ങനെ വേണമെന്നുള്ളത്? അതായത് രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് HSRP എന്ന് പറയുന്ന ഒരു ലേബൽ, അതായത് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്, അത് ഈ 2019 ശേഷമുള്ള എല്ലാ വണ്ടികളിലും കമ്പൽസറി ആയിട്ട് അത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്ലേറ്റിൻ്റെ പ്രത്യേകത തന്നെ എല്ലാ വാഹനങ്ങളിലും ഒരു യുണീക്ക് നമ്പർ പോലെ വരും. അതായത് ഫോണ്ട് സൈസ് ആണെങ്കിലും ഫോണ്ട് ലൈനിൻ്റെ തിക്നെസ് ആണെങ്കിലും ലൈൻ സ്പേസിങ്, ഓരോ ആൽഫബറ്റ്സിൻ്റെ സ്പേസിങ് ആണെങ്കിലും എല്ലാം ഒരേപോലെ തന്നെ വരും. അപ്പോൾ അതിന് ഓരോ കാറിന് വേറെ മോട്ടോർ സൈക്കിളിന് വേറെ എന്നുള്ള രീതിയിലുള്ള ഡയമെൻഷൻസ് ഉണ്ട്. അതെല്ലാം മോട്ടോർ വെഹിക്കിൾസ് റൂൾസിലൊക്കെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് നമ്പർ പ്ലേറ്റുകൾ എല്ലാ ഡീലർഷിപ്പുകളിൽ നിന്നും വച്ചിട്ടേ വാഹനം കൊടുക്കാവൂ കസ്റ്റമർക്ക് എന്നുള്ള റൂളാണ് ശരിക്കുള്ളത്. അതായത് നമ്മളൊരു പുതിയ വണ്ടി എടുത്തു എന്ന് വിചാരിക്കുക. ആ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓർഡിനറി നമ്പർ പ്ലേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഓർഡിനറി നമ്പറാണ് ആ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡീലർഷിപ്പിൽ നിന്ന് വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ നമ്പർ വെച്ചിട്ടേ ഡീലർ കൊടുക്കാവൂ. അത് റിവറ്റഡ് നമ്പറായിരിക്കും. അതിൻ്റെ പ്രത്യേകത HSRPയുടെ പ്രത്യേകത ഒരുപാടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ ആ ഡീലർഷിപ്പിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ വണ്ടിക്കും ഒരേപോലത്തെ നമ്പറായിരിക്കും വരിക. അതിനകത്ത് ഈ ഡിജിറ്റുകളുടെ എണ്ണം, ഇപ്പോൾ നമ്പർ 1 വരുന്ന ആളുകൾ, പണ്ടൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ നമ്പർ 1 ഉണ്ടെങ്കിൽ ആ 1 മാത്രം ഭയങ്കര വലുതാക്കിയൊക്കെ വയ്ക്കും, ബാക്കിയുള്ള നമ്പർ ഉണ്ടാവില്ല. അതായത് 0001 ഇപ്പോൾ ഉള്ള പുതിയ വണ്ടിയൊക്കെ കാണാൻ പറ്റും, പക്ഷേ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പണ്ടൊക്കെ RCയിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിലും ഉണ്ടായിരിക്കണം എന്നാണ് റൂള്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പരിവാഹനാണ് നമ്മുടെ വെബ്സൈറ്റ്. ആ പരിവാഹൻ വെബ്സൈറ്റിൽ ഏത് വണ്ടിയുടെ നമ്പർ സെർച്ച് ചെയ്താലും ഈ സിംഗിൾ ഡിജിറ്റോ ഡബിൾ ഡിജിറ്റോ ഒക്കെ ആയിക്കോട്ടെ, അതിന് 4 ഡിജിറ്റിലേക്ക് ആക്കിയിട്ട് വേണം അത് സെർച്ച് ചെയ്താൽ കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്കുള്ള മാറ്റം കൂടി സോഫ്റ്റ്വെയറിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ 1 അടിച്ചാൽ വണ്ടിയുടെ ഡാറ്റ റിട്രീവ് ചെയ്ത് വരില്ല.
അത് 0001 അടിച്ചാൽ തന്നെ ആ ഡാറ്റ റിട്രീവ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നോക്കിയാലും അത് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും 0001 ഉണ്ടാവും. ഇനി പഴയ വണ്ടികളുടെ കാര്യത്തിൽ RC-യിൽ അവരുടെ RC-യിൽ എങ്ങനെയാണോ ആ രജിസ്ട്രേഷൻ നമ്പർ എഴുതിയിരിക്കുന്നത് അതുപോലെ എക്സിബിറ്റ് ചെയ്യുന്നതിൽ നിലവിൽ തെറ്റില്ല. പക്ഷേ എന്നാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എല്ലാ പഴയ വണ്ടികളിലും ഇനി രജിസ്ട്രേഷൻ പുതുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൂടിയും HSRP പ്രൊവൈഡ് ചെയ്യണം, HSRP വയ്ക്കണം എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പുതിയ നിയമത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. പബ്ലിക്കിന് എല്ലാവർക്കും ഉള്ളൊരു നിർദ്ദേശമാണ്, നമ്മളുടെ പഴയ വണ്ടിയാണെങ്കിലും ഈ HSRP നമ്പർ പ്ലേറ്റുകൾ ഡീലർഷിപ്പ്, ആ വണ്ടി ഒരു മാരുതിയാണെന്ന് വിചാരിക്കുക, മാരുതിയുടെ ഡീലർഷിപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പർട്ടിക്കുലർ വെൻഡേഴ്സ് ഉണ്ടാവും. ആ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അത് അവർ ഓർഡർ ചെയ്തിട്ട് നമുക്കത് വയ്ക്കാനായിട്ട് അവർ തന്നെ വെച്ച് തരും. നമ്മൾ അപ്രോച്ച് ചെയ്യാത്ത ബുദ്ധിമുട്ടാണ് പലർക്കും ഉണ്ടാകുന്നത്. നമ്പർ പ്ലേറ്റുകളെല്ലാം യൂണീക്കായിരിക്കണം, യൂണിഫോം ആയിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഫാൻസി നമ്പർ വേണം എന്നുള്ള ആളുകൾ നിർബന്ധമായും ഡീലർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ പറയണം. ആ ഡീലർഷിപ്പിൽ തന്നെ വ്യക്തമായിട്ടത് പറയണം, എനിക്ക് ഫാൻസി നമ്പർ ബുക്കിംഗ് വേണം, എനിക്കിഷ്ടപ്പെട്ട ഒരു നമ്പർ എടുക്കാനാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡീലർ ഓൺലൈൻ വഴി RTOയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പരിവാഹൻ സൈറ്റിൽ ഫാൻസി നമ്പർ ഓപ്ഷൻ യെസ് നോ എന്നുള്ള ഓപ്ഷനിൽ യെസ് ടിക്ക് ചെയ്ത് വിടണം. അങ്ങനെ ടിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ആപ്ലിക്കേഷൻ RTOയിൽ റിസീവ് ചെയ്താൽ കാർഡ് പേയ്മെൻ്റ് എല്ലാം പൂർണ്ണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ ഇഷ്യൂ ചെയ്യാം. അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രിൻ്റ് എടുക്കാം, വീട്ടിലിരുന്ന് തന്നെ പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഡീലർക്ക് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ആ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് വച്ചുകൊണ്ട് ആ ഡീലർ കസ്റ്റമറിന് വണ്ടി കൊടുക്കാവൂ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി അദ്ദേഹം ഒരു 45 ഡേയ്സോളം ഇപ്പോൾ അതിന് ഒരു ടൈം കൊടുത്തിട്ടുണ്ട്, പീരീഡ്. അതിനുള്ളിൽ ഒരു നമ്പർ ബുക്ക് ചെയ്തിട്ട് അതും പരിവാഹൻ വെബ്സൈറ്റിൽ തന്നെ ഫാൻസി നമ്പർ ഓപ്ഷനിൽ പോയിട്ട് നമ്പർ ബുക്ക് ചെയ്യാം. ഓരോ നമ്പറിനും പർട്ടിക്കുലർ ഫീസുകളുണ്ട്. ഇപ്പോൾ 3000 റുപ്പീസ് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ 1 lakh വരെയുള്ള നമ്പറുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്പർ ബുക്ക് ചെയ്ത് മിക്കവാറും എല്ലാം മൺഡേ ആയിരിക്കും, ഓരോ ആഴ്ചയാണ് അത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ മൺഡേ രാവിലെ ഒരു 10 മണിയോട് കൂടി അല്ലെങ്കിൽ 10:30 കൂടി അത് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അലോട്ട്മെൻറ്റ് നമ്പർ ഈ രജിസ്റ്റേർഡ് ഓണർക്കാണ് എന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഇൻഫർമേഷൻ സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും അവർക്ക്. അപ്പോൾ തന്നെ നമ്പർ പ്ലേറ്റ് ഓർഡർ ചെയ്യാം ഡീലർക്ക്. നമ്പർ പ്ലേറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്പർ പ്ലേറ്റ് വച്ച് ആ വാഹനം തിരിച്ചു വരാൻ പറഞ്ഞിട്ട് ഡീലർ തന്നെ ആ നമ്പർ പ്ലേറ്റ് റിവെറ്റ് ചെയ്ത് വച്ച് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പോൾ അതാണ് നമ്പർ പ്ലേറ്റ് ഫാൻസി ഉള്ള ആളുകൾക്ക് ഉള്ള ഒരു രീതി.